കണ്ടോ ഇത് ചെറിയൊരു മഞ്ഞ കളർ വരുന്നുണ്ട് കണ്ടോ. അപ്പം ഇങ്ങനെയൊക്കെ നിന്ന് അറിയാൻ പറ്റും. ഇതിനെ കാട്ടി ഗ്രീൻ കളറായിട്ടാണ് കുഞ്ഞ് മുളക്. ഇതാ കണ്ടോ ഇത് കാണുന്നുണ്ടോ, ഇതാ ഇത് കാണുന്നുണ്ടോ. ഇത്രയും ഈ ഒരു അളവിന് നമുക്ക് നന്നായിട്ട് തന്നെ വിത്തിന് പാകമായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. ഹലോ, എല്ലാവർക്കും മാതീസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് മുളക് വിത്ത് കിളിപ്പിച്ചെടുക്കുന്നത്, എന്നിട്ട് അതെങ്ങനെയാണ് ഇതുപോലെ നന്നായിട്ട് തന്നെ പിടിച്ചു നിൽക്കുന്നത് എന്ന് വരെയുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെടിയിൽ നിന്ന് തന്നെ വിത്തുകൾ എടുത്തിട്ട് എങ്ങനെയാണ് പാകുന്നതെന്ന് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിത്ത് ഗീവ് അവേ പറഞ്ഞിരുന്നല്ലേ, അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നത് ഇൻസ്റ്റയിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നവർക്കായിരിക്കും മുളക് വിത്തെന്ന്. അപ്പോൾ അവരുടെ മുളക് വിത്ത് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇൻസ്റ്റ വഴി കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ആദ്യം അയച്ചത്. രണ്ടാമത് ഞാൻ വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നല്ലേ. അപ്പോൾ അടുത്ത ബാച്ച് ഉടനെ തന്നെ ഞാൻ അയക്കുന്നതായിരിക്കും. അയക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ നിങ്ങൾ എങ്ങനെയാണോ എന്നെ കോൺടാക്ട് ചെയ്തത് അതുപോലെ ഞാൻ തിരിച്ച് ചെയ്യും കേട്ടോ. അപ്പം ഇപ്പം ഞാൻ വിത്ത് അയച്ചവർ കിട്ടുമ്പോഴത്തേക്കും എനിക്ക് തിരിച്ച് മെസ്സേജ് ഇടേണ്ടതാണ് കേട്ടോ. എങ്ങനെയുണ്ട്, കറക്റ്റായിട്ട് ഡെലിവറി ആയോ എന്നൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞ് എനിക്ക് ഇൻസ്റ്റ വഴി തന്നെ തിരിച്ച് എന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണേ. അപ്പോൾ അടുത്തത് വിത്ത് അയക്കുന്നത് വാട്സപ്പ് വഴി എന്നെ കോൺടാക്ട് ചെയ്ത ആൾക്കാർക്കായിരിക്കും. അതും ഉടനെ തന്നെ നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും എന്താണ് ഇത്രയ്ക്ക് പറയാനുള്ളത്, സാധാരണ നമ്മൾ എങ്ങനെയാണ് വിത്തിട്ട് കിളിപ്പിക്കുന്നത്, മണ്ണിലോട്ട് അങ്ങ് ഇടുകയാണ്, അത് ഇത്രയ്ക്ക് വീഡിയോ ആക്കാൻ എന്താ എന്ന് പലർക്കും സംശയം തോന്നിയിരിക്കും. പക്ഷേ ഇത് പലർക്കും ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. നമ്മൾ വെറുതെ വിത്തെടുത്ത് മണ്ണിലോട്ട് ഇട്ടാൽ അല്ലെങ്കിൽ വെറുതെ വിത്ത് അങ്ങ് പാകിയാൽ ചില വിത്തുകൾ പൊടിച്ച് കിട്ടത്തില്ല. പ്രത്യേകിച്ച് ഈ സാമ്പാർ മുളക്, നീലക്കാന്താരി ഇങ്ങനെയുള്ള മുളകൊക്കെ, നമ്മുടെ പച്ചമുളകാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന തന്നെ അതങ്ങ് കിളുത്ത് വന്നോളും. ഇതങ്ങനെ വരത്തില്ല. ഇതിന് നമ്മൾ കുറച്ച് ഇത് ഹൈബ്രിഡായിട്ട് ഉള്ള വിത്തുകളാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് അധികം താമസിക്കേണ്ട വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മൾ വിത്ത് പാകാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന വിത്തുകൾ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഇപ്പം ഞാൻ ഈ ചെടിയിൽ നിന്നുള്ള വിത്തുകളാണ് പറിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സാമ്പാർ മുളകിൻ്റെ തൈയാണ്. അതുപോലെ തന്നെ കുറച്ചുണ്ട്, ഞാൻ കാണിച്ചു തരാം ഏത് പരുവത്തിനാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു മുളക് ചെടി ഉണ്ടെങ്കിൽ ഏത് പരുവത്തിനാണ് നിങ്ങൾ ആ മുളക് പറിച്ചെടുക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിവിടെ ഇപ്പോൾ സാമ്പാർ മുളകിൻ്റെ അതാണ് കാണിച്ചു തരുന്നത്. ദാ കണ്ടോ നന്നായിട്ട് ചുവന്നിപ്പുണ്ട്. അപ്പം ഈ പരുവത്തിലുള്ള സാമ്പാർ മുളകിൻ്റെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കാം. പക്ഷേ ഈ പരുവത്തിലുള്ളതൊന്നും എടുക്കരുത് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് റെഡിഷ് ആകുന്നതേ ഉള്ളൂ. ഇതൊന്നും പറിക്കരുത്, ഇതൊന്നും വിത്തിന് പാകമായിട്ടില്ല. ഇതുപോലെ നല്ല റെഡ് കളറായത് മാത്രം നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാം. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും റെഡ് കളർ ആയതിനെ നിർത്തരുതെന്ന്. അപ്പോൾ നമുക്ക് സാമ്പാർ മുളകിൻ്റെ വിത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ എടുക്കുന്നത് നീലക്കാന്താരിയുടെ മുളകാണ്. അപ്പോൾ നീലക്കാന്താരിയുടെ മുളക് ഒരിക്കലും റെഡ് കളർ ആകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, എങ്ങനെയാണ് ഇതിൻ്റെ പാകമായോ ഇല്ലയെന്ന് അറിയേണ്ടതെന്ന്. നീലക്കാന്താരി റെഡ് കളർ ആകത്തില്ല, വൈറ്റ് കളറാണ് ആകുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നോക്കിക്കേ, ഇതാണ് കറക്റ്റ് സൈസായിട്ടുള്ള, ഞാനിത് പറിച്ചിട്ട് കാണിച്ചു തരാമേ. ഇത് വിത്തിൻ്റെ സൈസ് ആകുമ്പോഴത്തേക്കും നോക്കി വൈറ്റ് കളറായിട്ട് മാറുന്ന കണ്ടോ, കണ്ടോ, ഇതാണ് നമ്മുടെ നീലക്കാന്താരിയുടെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും ഉള്ള സംശയമാണ് നീലക്കാന്താരി റെഡ് കളറിലോട്ടാകുമെന്ന്. ഇല്ല, പകരം ഇതുപോലുള്ള വൈറ്റ് കളറിലോട്ടാണ് ആകുന്നത്. 3 ടൈപ്പാണുള്ളത്. അതിൽ നമ്മൾ പുറമേ കാണുമ്പം ഇതുപോലെ ആയിരിക്കും, പക്ഷേ ഇതിനുണ്ടാകുന്ന സൈസ് വലുതായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഇത് ഇച്ചിരി വലിയ സൈസാണ്, ഇത് ഹൈബ്രിഡാണ് കേട്ടോ. അപ്പം ഇതിനകത്തുള്ളത് നീല കളർ തന്നെയാണ്. അതുപോലെ തന്നെ ഇത് ചിലപ്പോൾ പ്യുവറായിട്ട് നീലയായിരിക്കും, അല്ലെങ്കിൽ നീലയും വൈറ്റും കൂടെ മിക്സ് ആയിട്ട്, അതായത് ഒരു അല്ലിയുടെ തന്നെ പകുതി മുക്കാൽ നീലയും പകുതി വൈറ്റും. അപ്പോൾ അടുത്തത് കാണിച്ചു തരാൻ പോകുന്നത് ഹൈബ്രിഡ് ബുള്ളറ്റ് മുളകാണ്. നോക്കി, അത്യാവശ്യം നല്ല സൈസുള്ള രീതിക്കുള്ള ബുള്ളറ്റ് മുളകാണ്. ബുള്ളറ്റ് മുളക് 2 രീതിക്കുണ്ട്, വളരെ ചെറുതായിട്ടുള്ളതും ഉണ്ട്, ഇത്രയുള്ള സൈസിലുള്ളതും ഉണ്ട്. ഈ ഒരു അളവിന് നമുക്ക് നന്നായിട്ട് തന്നെ വിത്തിന് പാകമായിട്ടുള്ളത് കിട്ടി. അപ്പം നമ്മൾ വിത്തിന് പാകമായിട്ടുള്ള മുളകുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിത്ത് പാകുന്നതിന് മുമ്പ് നമ്മളിത് ഒരു 3 തൊട്ട് 6 മണിക്കൂർ വരെ നമ്മളിത് കുതിർക്കാൻ വെക്കണം. അങ്ങനെ വെക്കുന്നതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാം തന്നെ നമുക്ക് നല്ല കിളുത്ത് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടും. രണ്ടാമത്തത്, നല്ല ആരോഗ്യമുള്ള വിത്തുകൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. കാരണം നമുക്ക് ഈ മുളകിൽ തന്നെ ഇപ്പം ആരോഗ്യം ഉള്ളതും ഉണ്ട്,
അതായത് ക്വാളിറ്റി കൂടിയതും ഉണ്ട്, ക്വാളിറ്റി കുറഞ്ഞതും ഉണ്ട്. അതായത് കറക്റ്റ് സമയത്ത് പാകമായിട്ടുള്ള വിത്തും അല്ലാതെ ഇൻമെച്യൂർ ആയിട്ടുള്ള വിത്തുകളും ഇതിനകത്തുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തത്, നമ്മൾ ഇതിന് ശേഷം അതല്ലെങ്കിൽ നമ്മൾ ഇത് ഇനി എന്താണ് ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലോട്ടാണ് നമ്മൾ വെക്കാനുള്ളത്. അപ്പോൾ എനിക്കിവിടെ 3 ടൈപ്പ് വിത്തുകൾ എന്താണ് ഇടാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുക ഗ്ലാസ്സിലും ഒക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഇതുപോലെ ഒരു ചിരട്ട, നല്ല വൃത്തിയാക്കിയ ചിരട്ടയിൽ നമുക്ക് വെള്ളം നിറച്ച് ഇതുപോലെ വിത്തുകൾ എടുത്ത് ഇട്ടാൽ മതി. ആണ് കണ്ടോ കണ്ടോ വിത്ത് കണ്ടോ കണ്ടോ, നീല കളർ വിത്താണ്. ഞാൻ താഴെയാണ് ഞാൻ ഇടുന്നത്. ഞാനത് ഇട്ടിട്ട് കാണിച്ചു തരാം. നല്ല കൈക്ക് നല്ല നീറ്റിട്ട് കാണണം. ഞാൻ പിടിച്ചത് കണ്ടോ, കയ്യിലിരിക്കുന്നത് കണ്ടോ, നീല കളർ കണ്ടോ, തറ കിടക്കണുണ്ടോ നീല കളർ. ഇതിനകത്ത് വൈറ്റ് കളറും കാണും, അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അതുമാത്രമല്ല നീല കാന്താരിയിൽ എപ്പോഴും കുറവ് വിത്തേ കാണത്തുള്ളൂ, അത് മനസ്സിലാക്കുക. സാമ്പാർ മുളകാണ്. അപ്പോൾ സാമ്പാർ മുളകിനെ ഞാൻ ഈ തണ്ടുള്ളത് കൊണ്ടാണ് നമുക്ക് പിടിച്ച് ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രമല്ല ഈ കയ്യിൽ ഗ്ലൗസ് കിടക്കണമുണ്ട്, കത്രികയൊക്കെ പിടിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പം ഞാൻ എന്ത് കളറാന്ന് നോക്കി സാമ്പാർ മുളകിൻ്റെ. അപ്പം നല്ല വിത്തുകൾ കിട്ടണം, കണ്ണിലൊന്നും തെറിക്കരുത്, കാരണം നല്ല പുകച്ചിലായിരിക്കും. ഞാൻ കണ്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് കത്രിക വെച്ച് തന്നെ ഇതിനെ ചുരണ്ടി എടുക്കാം. അപ്പം ഞാൻ നമ്മളുടെ സാമ്പാർ മുളകിൻ്റെ വിത്ത്, ഇത് നമ്മളുടെ നീലക്കാന്താരിയുടെ വിത്ത്, ഇത് നമ്മളുടെ ബുള്ളറ്റ് മുളകിൻ്റെ വിത്ത്. അപ്പം ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം അധികമൊന്നും ഒഴിക്കേണ്ട, വളരെ കുറച്ച് മാത്രം മതി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇനി ഇതൊരു 3 മുതൽ ഒരു 6 മണിക്കൂർ വരെ ഇതിൽ നിന്ന് കുതിരട്ടെ. അപ്പം നമ്മൾ വിത്തൊക്കെ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന ട്രേയിലോട്ട് നമുക്ക് മിക്സ് ചെയ്യണമല്ലോ. അതിനോട്ടുള്ള മിക്സിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കൊക്കോപിറ്റും അതുപോലെ തന്നെ നമ്മുടെ കമ്പോസ്റ്റും ആണ് വേണ്ടത്. അപ്പോൾ കമ്പോസ്റ്റും കഴിക്കുന്നത് നമ്മൾ കുറേ കട്ടിയായിട്ടുള്ള വാഴയിലയോ അല്ലെങ്കിൽ ഉള്ളിത്തോലിൻ്റെ കമ്പോസ്റ്റ് ഒന്നുമല്ല, നമ്മുടെ ഫുഡ് വേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റാണ്. ഇവിടെ ബാക്കിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു 2 മാസം മുമ്പ് വീഡിയോ ചെയ്തതാണ് എങ്ങനെയാണെന്നൊക്കെ. ഇപ്പം അത് കറക്റ്റ് പരുവായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അപ്പം നമുക്കിത് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതൊക്കെ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, നല്ല കറുത്ത് നല്ല പൗഡറായിട്ട് ഇരിക്കുകയാണ്. നോക്കിക്കേ, കണ്ടോ, ഒരു തരത്തിലുള്ള സ്മെല്ലോ ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ മാങ്ങയുടെ ആ ഒരു സീഡൊക്കെ ഇട്ടേക്കാണ്. ഇപ്പോൾ അതൊക്കെ പൊടിച്ച് നിൽപ്പുണ്ട്. ഇത് ഇടുന്നതിന് ഒരു പ്രത്യേക തരത്തിലുള്ള ഉപയോഗമുണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ, ഒട്ടും തന്നെ വാട്ടറി അല്ല, അതുപോലെ തന്നെ ലാർവയൊന്നും ഇല്ല, ഒക്കെ സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ എടുത്ത് പോട്ടി മിക്സിലോട്ട് ഇടാൻ പറ്റത്തില്ല. പകരം നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുത്തിട്ട് നമ്മളിത് ഉണക്കണം, നന്നായിട്ട് ഇത് ഉണക്കണം, എന്നിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പം എനിക്ക് ആവശ്യമുള്ളത് എടുത്ത് ഉണക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കമ്പോസ്റ്റ് കിട്ടുന്നത്. എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഉണക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് ഇത് ഉണക്കുമ്പോൾ കിട്ടുന്നത്. കുറച്ച് കളർ ഫെയ്ഡ് ആവും, ഇതുപോലെ കിട്ടും. ലാർവകൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്തപ്പം ലാർവകൾ ഉണ്ടെങ്കിൽ ഒരു വിഷമവും വേണ്ട. നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുമ്പോഴത്തേക്കും അതൊക്കെ ചത്തു വെക്കോളും. ഇതിനകത്ത് ലാർവകളൊക്കെ ചത്തതുണ്ട്, നമുക്കിതിനെയൊക്കെ അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി, പ്രശ്നമില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് 1:6 എന്ന സൈസിൽ അല്ലെങ്കിൽ ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ പോട്ട് മിക്സിന് വേണ്ടി എടുക്കുക. അതായത് 1 എന്ന് പറയുന്നത് നമ്മുടെ കമ്പോസ്റ്റിൻ്റെ അളവും 6 എന്ന് പറയുന്നത് കൊക്കോപിറ്റും മണ്ണും എന്താണെന്ന് വെച്ചാലാണ്. ഞാൻ പറയുന്നു കൊക്കോപിറ്റ് എടുക്കുന്നതാണ് നല്ലത്. ഇത് രണ്ടുമാണ് നമ്മളുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത്. ഇനി വേണ്ടത് നമുക്ക് സീഡ് ജെർമിനേഷൻ ട്രേ ആണ്. ഇത് 140, കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കൊക്കോപിറ്റാണ്. ഇത് നമ്മുടെ കമ്പോസ്റ്റാണ്. കമ്പോസ്റ്റ് കറുത്ത കളറാണ്. ഉണങ്ങുമ്പോൾ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടുക. നമ്മുടെ കമ്പോസ്റ്റൊക്കെ ഉള്ളതായതുകൊണ്ട് നമുക്ക് ചിലപ്പം സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഓരോന്നും ചെയ്യുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇതെല്ലാം സ്പ്രെഡ് ആയിക്കോളും.
ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് നിങ്ങൾക്ക് ഇത് നിറയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മുറിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാ ഡൈകളും ഈസി ആയിട്ട് നമുക്ക് നല്ല കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. കണ്ട ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ പ്രത്യേകിച്ച് ഡ്രെയിനിങ് ഹോൾസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ഈ ട്രേയിൽ ഇതുള്ള ഓൾറെഡി ഹോളൊക്കെ കാണും. വിത്തുകൾ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഓരോന്നോ 2 ഇതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ട്രേയിലെ സ്പേഷ്യസ് അനുസരിച്ച് ഞാനിപ്പോൾ 2 വെച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതിനെ താഴ്ത്തിയൊന്നും വെക്കുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. എളുപ്പമാണ്, ഈസി ആയിട്ട് അങ്ങ് ചെയ്യാം. അപ്പം ഞാൻ ഇതുപോലെ എല്ലാം വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. സീഡ് ട്രെയിൽ ഇട്ടതിന് ശേഷം എടുത്ത വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ. വിത്ത് പാകി 5ാമത്തെ ദിവസം ആകുമ്പോൾ തന്നെ എല്ലാ വിത്തുകളും നന്നായിട്ട് തന്നെ കിളുത്ത് വന്നിരിക്കും. പിന്നെ ഞാൻ 7 ദിവസം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ചിലയിടത്തുള്ള കാലാവസ്ഥയും താപനിലയും അനുസരിച്ച് മാറിയും തിരിഞ്ഞിരിക്കും. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ വിത്ത് പാകിയിരിക്കുന്ന വേറൊരു ട്രേ ആണ്, കുഞ്ഞു ട്രേ ആണ്. അപ്പോൾ ഇത് പച്ചമുളക് മാത്രമേ ഉള്ളൂ, അതായത് പലതരത്തിലുള്ള പച്ചമുളക് വെറൈറ്റികൾ. നോക്കിക്കേ, എല്ലാം നന്നായിട്ട് കിളുത്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. നോക്കിക്കേ, സൂപ്പറായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് ഒരു 7 ദിവസം കഴിയുമ്പം നമ്മൾ പാകിയിട്ടുള്ള എല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഈ ട്രേയിലല്ലാതെ ഞാൻ പോളിത്തീൻ കവറിലായിട്ടും ഞാൻ ഇതുപോലെ പോളിത്തീൻ കവറിനകത്തും പാകിയിട്ടുണ്ട്. അത് നല്ല ക്വാളിറ്റി ഉള്ള വിത്തുകൾ കണ്ടപ്പം അതിനെ മാത്രം എടുത്ത് ഇതുപോലെ അങ്ങ് എടുത്ത് അതിനകത്ത് തന്നെ അങ്ങ് വിതച്ചതാണ്. ഈ പോളിത്തീൻ കവറാണ്. ഇതുമുണ്ട്. അപ്പം ഞാൻ ഈ സൈസുള്ള പോളിത്തീൻ കവറിനകത്തോട്ട് എന്ത് ചെയ്യാൻ പോകാമെന്നറിയാമോ? നമ്മുടെ ഈ ട്രേ ഞാൻ കാണിച്ചിരുന്നില്ലേ, ഈ ട്രേയിൽ നമുക്കിതുപോലെ നല്ല ഹൈബ്രിഡ് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ നമ്മൾ വിത്ത് പാകിയയിൽ നിറച്ച് തൈകൾ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറേ തൈകളുണ്ട്. അതിനെല്ലാം ഇപ്പോഴേ നമ്മളൊരു പോളിത്തീൻ കവറിലോട്ട് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. എന്തിനെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് അത്യാവശ്യം നന്നായിട്ട് വേര് ഓടിത്തുടങ്ങും. കണ്ടോ, ഇത് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള വേരുകൾ ഉണ്ടാകുന്ന കണ്ടോ. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ നിർത്തിയായിട്ട് ശരിയാവത്തില്ല. ഇനി പെട്ടെന്ന് തന്നെ വേരുകൾ നന്നായിട്ട് വളരും. അതുകൊണ്ട് ഞാൻ ഏറ്റവും ചെറിയ ഒരു കുഞ്ഞ് നമ്മളുടെ പോളിത്തീൻ കവറാണ്, അതിലോട്ട് ഞാൻ ഇതിനെ അങ്ങ് വെച്ച് കൊടുക്കുവാണ്. ഇനി ഇതിവിടെ ഇരുന്ന് അത്യാവശ്യം നല്ല വലിപ്പം വരുന്നവരെ ഇനി ഇതിവിടെ ഇരുന്നോളും കേട്ടോ. കണ്ടോ, ഇനി ഇത് നല്ല വലിപ്പം വരണം കേട്ടോ. പ്രൂണിങ് ചെയ്ത് വരണം, എങ്കിലേ നമുക്ക് നന്നായിട്ട് വേര് കട്ടി പിടിച്ച് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇതിന് ശേഷം എന്തായിരിക്കും എന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലൊരു പോളിത്തീൻ കവറിനകത്ത് ഈ കുഞ്ഞു തൈയെ വെച്ചിട്ടുണ്ടല്ലേ. ഇനി നമുക്കിതൊരു 2 ആഴ്ച കഴിയുമ്പം അല്ലെങ്കിൽ 2.5 ആഴ്ച കഴിയുമ്പം ഇതെങ്ങനെയായിരിക്കും ഞാൻ കാണിച്ചു തരട്ടെ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇലകളൊക്കെ വന്ന് നന്നായിട്ട് തന്നെ കണ്ട ഇതുപോലെ അങ്ങ് ഇരിക്കും കണ്ടോ. നിറച്ച് ഇതൊക്കെ വന്ന് നമ്മുടെ കൊക്കോപിറ്റും നമ്മുടെ കമ്പോസ്റ്റും ആണ് ഇതിലും ഞാൻ ചെയ്തതാണ് നമ്മളുടെ ഗ്രോ ബാഗിലോട്ട് ഒരു തൈ മാറ്റുന്നത് എങ്ങനെയാണെന്ന്. അപ്പം നമുക്ക് ഈ പോളിത്തീൻ കവർ വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പം ഈ വേരിപ്പോൾ ഇതിലേ കൂടെ വളർന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ മാറ്റുന്നത്. ഇത് എന്തിൻ്റെ മുളകാണെന്ന് അറിയാമോ? ഇത് ഉടങ്കൊല്ലി മുളകാണ് കേട്ടോ. നല്ല മണവും അതുപോലെ നല്ല എരിയുള്ള മുളകിൻ്റെ തൈയാണിത്. ഇപ്പം എൻ്റെ ഇവിടെ എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നത് നശിച്ചു പോയി. അപ്പം ഞാൻ അതിൽ നിന്ന് കിട്ടുന്ന വിത്തുകളെല്ലാം ശേഖരിച്ച് വെച്ചിട്ട് ഇപ്പം നിറച്ച് തൈകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഇതിനി മാറ്റി നടാൻ പോവുകയാണ്. അതിൻ്റെ ഞാൻ വീഡിയോസൊന്നും ഉൾപ്പെടുത്തുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. അഥവാ ഇനി നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മളെപ്പോഴും ബേസായിട്ട് ഡ്രെയിനിങ് ഹോളിൻ്റെ അടിയിൽ എന്തെങ്കിലും ചകിരിയോ അല്ലെങ്കിൽ നമ്മുടെ വാഴയില, പച്ച വാഴയില, അതുപോലെ തന്നെ കരിയില, ഇതൊക്കെ വെച്ച് മിക്സ് ചെയ്യാം. അതുപോലെ വെജിറ്റബിൾ വേസ്റ്റ് ഇടാം, നമ്മുടെ കമ്പോസ്റ്റ്, ഉള്ളിത്തോല് കമ്പോസ്റ്റ് അതൊക്കെ ഇടാം, വാഴത്തൊലി കമ്പോസ്റ്റ് അതെല്ലാം ഇട്ടിട്ട് കൊക്കോപിറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മണ്ണ് ഉപയോഗിക്കാറേ ഇല്ല, ഞാൻ മണ്ണ് ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് കൊക്കോപിറ്റ് ഉപയോഗിക്കുന്നത്. കൊക്കോപിറ്റ് ഇട്ടിട്ട് നമുക്ക് അധികം വെയ്റ്റ്ലെസ് ആയിട്ട് വേണം വയ്ക്കാൻ. പ്രത്യേകിച്ച് സ്ഥലപരിമിതി ഉള്ളവർ പെട്ടെന്നൊക്കെ എടുത്ത് മാറ്റേണ്ടൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ തൈ വയ്ക്കുന്നു, എടുക്കുന്നു, ഇത്രയാണ്. എന്നിട്ട് തൈ നട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ വളങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളുടെ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്താൽ മതി. അതിനുശേഷമുള്ള സ്റ്റേജാണ് ഇതുപോലെ നിറച്ച് ബ്രാഞ്ചസ് ആണ് കണ്ടോ. ഇത് അത്രയും ബ്രാഞ്ചാണ്. അപ്പോൾ പ്രൂണിങ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു
അതിനെന്താ പറയുന്നത്, നല്ലൊരു ഷേപ്പിന് കൊണ്ടുപോകണം. കണ്ടോ, ഇതുപോലെ നിറച്ച് മുളക് പിടിച്ച് നിൽക്കും. ഇതിനകത്ത് ഇതിൽ കൂടുതൽ മുളകുണ്ട്. ഇത് ഗ്രീൻ കളറായിട്ട് നിങ്ങൾക്ക് കാണാത്തതാണേ. ഇത് മഞ്ഞ കളറായാലും നമുക്ക് ശരിക്കും ഇലയുടെ ഇടയിൽ നിന്ന് കാണാൻ പറ്റൂ. ഇതാ കണ്ടോ, ഇത് ചെറിയൊരു മഞ്ഞ കളർ വരുന്നുണ്ട് കണ്ടോ. അപ്പം ഇങ്ങനെയൊക്കെ നിന്ന് അറിയാൻ പറ്റും. ഇതിനെ കാട്ടി ഗ്രീൻ കളറായിട്ടാണ് കുഞ്ഞ് മുളക്. ഇതാ കണ്ടോ, ഇത് കാണുന്നുണ്ടോ, ഇത് കാണുന്നുണ്ടോ, നിറച്ച് കുഞ്ഞു മുളകാണ് കേട്ടോ. അപ്പം നമുക്കത് അറിയാൻ പറ്റത്തില്ല. അപ്പം ഇതുപോലെ മഞ്ഞ കളറൊക്കെ ആകുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇതുപോലെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ മുളക് ചെടിയെ പരിപാലിക്കണം. അപ്പം ഞാൻ ഇതിന് എന്തൊക്കെ വളമാണ് കൊടുക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം പലർക്കും മുളകിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് നമുക്ക് നീലക്കാന്താരിയും നന്നായിട്ട് തന്നെ ഇതേ ട്രിക്ക് മതി കേട്ടോ. ഇതേപോലെ നിങ്ങൾ വിത്ത് പാകിയിട്ട് വളർത്തിയാൽ മതി. പിന്നെ ഇതിന് ശേഷമുള്ള വളത്തിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ സാമ്പാർ മുളകിൻ്റെ വിത്തുകൾ ഇപ്പം കണ്ടില്ലേ, ഉള്ളതൊക്കെ ഞാനിപ്പോൾ എടുത്ത് പാകി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. പഴുത്ത് വരാൻ ഭയങ്കര താമസമാണ്. അപ്പം ഞാൻ ആകുമ്പോൾ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. സാമ്പാർ മുളക് ഒരു 8-10 മുളകൊക്കെ പഴുത്ത് കിട്ടുമ്പോഴത്തേക്കും ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ വിത്ത് അയച്ചു തരാം. പിന്നെ വാട്സപ്പിൽ എന്നെ വലിയ പച്ചമുളകിൻ്റെ വിത്തിന് വേണ്ടി കോൺടാക്ട് ചെയ്തവർക്ക് ഞാൻ ഉടനെ തന്നെ ഡിസ്പാച്ച് ചെയ്യും. ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്തവർക്ക് ഓൾറെഡി അയച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യുക. കാരണം ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് തരാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. വിത്തിൻ്റെ കറക്റ്റ് പാകമാവണ്ടേ. ഓക്കെ, അപ്പം എന്തായാലും ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ ഗാർഡനിങ് വീഡിയോസ്, അടുക്കളത്തോട്ടമൊക്കെ ഇഷ്ടമുള്ളവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഹൈപ്പും കൂടെ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ.